ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിട്ടിറങ്ങുകയാണ്. ഇനിയിപ്പോൾ നേരെ പോകുന്നത് ഹരിപ്പാട് അമ്പലത്തിലും പിന്നെ നമ്മുടെ മണ്ണാർശാല ക്ഷേത്രത്തിലേക്ക് പോകണം കേട്ടോ. അങ്ങനെ ചെട്ടികുളങ്ങര അമ്പലത്തിൽ നിന്ന് നേരെ നമ്മൾ മണ്ണാർശാലയിൽ എത്തി കേട്ടോ. നമ്മൾ മണ്ണാർശാലയിൽ എത്തിയിട്ട് ഇനിയും വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി നേരെ അമ്പലത്തിലേക്ക് കയറാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇതിലെല്ലാം മണ്ണാർശാല അമ്പലത്തിൻ്റെ പാർക്കിംഗ് ഏരിയകളാണ് കേട്ടോ. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. ഇതാണ് മണ്ണാർശാല അമ്പലത്തിന്റെ എൻട്രൻസ് ആണ് കേട്ടോ. ഇതാണ് കയറി പോകുന്ന ഭാഗം. എന്തുവാ കാച്ചോ അപ്പൂപ്പനുമായിട്ട് വഴക്കുണ്ടാക്കാതെ? അപ്പൂപ്പനുമായിട്ട് വഴക്കുണ്ടാക്കാതെ മുടിയെ കടിക്കുമായിരുന്നോ? അമ്മയ്ക്ക് എന്താ നെറ്റിപ്പട്ടോ? ഗുരുവായൂർ പോകുമ്പോ എന്താന്ന് നെറ്റിപ്പട്ടോ? നിനക്കെന്തോടി വേണ്ടേ? നിനക്കെന്തോ പോകുമ്പോ വലിയ നെറ്റിപ്പെട്ടതാണ്. എന്തോ ഇങ്ങനൊന്നും വേണ്ട. അപ്പൊ എടുക്കും. അങ്ങനെ നമ്മള് മണ്ണാർശാല അമ്പലത്തിൽ നിന്നും തൊഴുതിറങ്ങിയിട്ട് ഇനി ഹരിപ്പാട് അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. അടുത്ത ഇനി നേരെ ഹരിപ്പാട് അമ്പലത്തിനാണ് കേട്ടോ പോകുന്നത്. കാച്ചു അവിടെ നിന്ന് ഒരു ഹൾക്കിനെയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഹൾക്കിനെ കാണിച്ചേ. ഹൾക്ക് ഇവിടെ ഉണ്ട് കേട്ടോ, ഹൾക്ക്. അപ്പോൾ അതാ നമ്മള് ഹരിപ്പാട് അമ്പലത്തിനടുത്തെത്തി. ഇപ്പോൾ നമ്മൾ ഹരിപ്പാട് അമ്പലത്തിലേക്ക് കയറാൻ പോകണം കേട്ടോ. വണ്ടി ഇതാ അവിടെ ബാക്കിൽ പാർക്ക് ചെയ്തിട്ട് നമ്മളിതാ ഹരിപ്പാട് അമ്പലത്തിലേക്ക് കയറാൻ പോകണം. ഹളുക്ക് മേടിച്ചു കേട്ടോ. കാച്ചുവിനൊരു ഹളുക്കിനെ മേടിച്ചു. കുറേ നാളുകൊണ്ട് കാച്ചു ഇങ്ങനെ തപ്പി നടക്കായിരുന്നു കേട്ടോ ഹളുക്കിനെ. എന്നിട്ട് ഇപ്പോൾ കാച്ചുവിനൊരു ഹളുക്കിനെ കിട്ടിയിട്ടുണ്ട്. നമ്മളിനി ഹരിപ്പാട് അമ്പലത്തിലേക്ക് കയറാൻ പോകണം. ഇതാണ് കേട്ടോ ഹരിപ്പാട് അമ്പലം. എൻട്രൻസ് ഇതാണ് കേട്ടോ ഹരിപ്പാട് അമ്പലത്തിൻ്റെ.
ഹരിപ്പാട് അമ്പലത്തിലൊരു മയിലുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്കിനി നോക്കാം അവിടെ ഇപ്പോഴും ഉണ്ടോ എന്നുള്ള കാര്യം. ഇടയ്ക്കത് ചത്തുപോയി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതൊന്നും പുതിയതുണ്ട് എന്ന് തോന്നുന്നു ഇപ്പോൾ കേട്ടോ. നമുക്ക് നോക്കാം ഇവിടെ ഉണ്ടോ കിട്ടിയിട്ടാണോ. എവിടെ ഉണ്ട് കേട്ടോ ഒരു മയില്. ഒരു കാൽപ്പത്തി ഇല്ലാത്തതാണ് കേട്ടോ അത്. എൻ്റെ ഒരു കാൽപ്പത്തിക്ക് എന്തോ പറ്റിയ ഒരു കാൽപ്പത്തി പോയതാണ്. ഒരു കാല് മാത്രമേ ആ മയിലിനുള്ളൂ. ഇവിടെ ഒരു മയിലിരിപ്പുണ്ട് കേട്ടോ. ഒരു മയില് മൊത്തം 3 മയിലുണ്ട്. താഴെ ഇറങ്ങിയിരുന്നേ ശരിക്കും കാണിക്കായിരുന്നു. പക്ഷെ താഴോട്ട് ഇറങ്ങിയിട്ടില്ല ഇതുവരെ. ഒരെണ്ണം മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾ ഹരിപ്പാട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ മാവേലിക്കരയിൽ ഫുഡ് കഴിക്കാൻ കയറിയതാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് കയറുകയാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് ഐസ്ക്രീം ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ഇനി നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണം കേട്ടോ. ഇവിടുന്ന് ഇനി കുറച്ച് ഷോപ്പിങ്ങിനും കാര്യങ്ങൾ തന്നെ ആയിട്ടൊക്കെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ ഞങ്ങൾ പുലിയൂരെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ തിരുവല്ലയ്ക്ക് പോകാണ് കേട്ടോ. ചെറിയ ഷോപ്പിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി നമുക്ക് പിന്നെ കാണാം. എല്ലാവരും ഇവിടെ ഉണ്ട്. ചേച്ചി ഇവിടെ ഉണ്ട്. പ്രിയ ഇവിടെ ഉണ്ട്. കടപ്പായി കേട്ടോ. ക്ഷീണം. അങ്ങനെ ഞങ്ങൾ മഹാലക്ഷ്മി സിൽക്സിലേക്ക് ഷോപ്പിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ വണ്ടി ഇവിടെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് നേരെ മഹാലക്ഷ്മി സിൽക്സിലേക്ക് പോകണം കേട്ടോ. കാച്ചുവിൻ്റെ ഉടുപ്പ് കണ്ടോ? ഞങ്ങളിവിടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ പിസ്സ കഴിക്കാനായിട്ട്. ഈ ഷോപ്പിന്റെ പേരെന്താ? ഫേവറേറ്റ് പിസ്സയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് പിസ്സയൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. പ്രിയ ഇവിടെ കഴിച്ച് സൈഡായിട്ടിരിപ്പുണ്ട്. കൊച്ചോട്ടൻ അവിടെ കഴിച്ച് കഴിയാറായി. കാച്ചു കഴിക്കാതിരിക്കുന്നു. അത്യാവശ്യം ചെറുതായിട്ടൊന്ന് കഴിച്ചു. കൊച്ചോട്ടും ചെറുതായിട്ടൊന്ന് കഴിച്ചു കേട്ടോ. ഞാൻ അടുത്താണ് സൈഡായിട്ടിരിക്കുന്നു. പ്രിയ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ഫേവറേറ്റ് പിസ്സയാണ് കേട്ടോ. ഫേവറേറ്റ് പിസ്സ തിരുവല്ലയ്ക്ക് ടൗണിന് മുന്നേ ആയിട്ടുള്ള ഫേവറേറ്റ് പിസ്സയിലാണ് കേട്ടോ കഴിച്ചത്. ഈ സിഗ്നലിന് മുന്നേ ആയിട്ടുള്ള ഫേവറേറ്റ് പിസ്സ. അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പുലിയൂര് വീട്ടിലെത്തി. ചേച്ചിയൊക്കെ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഇപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.